ചിലപ്പോൾ നമ്മളിൽ പല ആളുകൾക്കും ബെഡിൽ ഇങ്ങനെ കിടക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഉറങ്ങാതെ ബെഡിൽ ഇങ്ങനെ കിടക്കാൻ ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്വമേധയെ എഴുന്നേറ്റ് എന്ത് ചെയ്യും, പോകും. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പോലും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പറ്റം ആളുകളുണ്ട് നമുക്കിടയിൽ. അവരുടെ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിസാനിയ അല്ലെങ്കിൽ ക്ലൈനോമാനിയ എന്ന് പറയുന്നത്. ക്ലൈനോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഓവർവെൽമിങ് ടെൻഡൻസി ടു സ്റ്റേ ഇൻ ദ ബെഡ് വിത്ത് ഓർ വിത്തൗട്ട് സ്ലീപ്പിംഗ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉറക്കമില്ലാതെ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭയങ്കരമായിട്ട് ഒരു വിരസത, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ക്ലൈനോമാനിയ അല്ലെങ്കിൽ ഡിസാനിയ എന്നുള്ളത്. ഈ ക്ലൈനോമാനിയെ അല്ലെങ്കിൽ ഡിസാനിയയെ നമ്മൾ അത്ര സിമ്പിളായിട്ട് കാണേണ്ടതില്ല. കാരണം അത് പലപ്പോഴും മറ്റു പല മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിൻ്റെയും, ഡിപ്രഷൻ പോലെയുള്ള, ആൻസൈറ്റി പോലെയുള്ള കണ്ടീഷൻസിൻ്റെയും ഒരു സിംറ്റമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ടാണത്. മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസുമായി മാത്രമല്ല, ഫിസിക്കൽ കണ്ടീഷൻസുമായിട്ട് പോലും എന്താണ് ഡിസാനിയ അല്ലെങ്കിൽ ക്ലൈനോമാനിയ അസോസിയേറ്റഡ് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്ത് തന്നെയായാലും കംപ്ലീറ്റ്ലി ഒരു നമ്മളുടെ സൈക്കോളജിക്കൽ അസോസിയേഷൻ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരവസ്ഥയല്ല ഡിസാനിയ. ബട്ട് സ്റ്റിൽ ആ ഒരു ടേം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മെഡിക്കൽ ഡിസ്കഷൻസിൽ യൂസ് ചെയ്യാറുണ്ടെന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.